അയാൾ അങ്ങനെ വരുന്ന രാധയൊക്കെ മരുന്ന് അങ്ങ് കാല് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവനിങ്ങനെ അവളോട് ഓരോന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തൂവലെടുത്തിട്ട് ആ മരുന്ന് ഇങ്ങനെ അവളുടെ കാലിൽ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി ഈ പഴയ കാലത്തെ ആളുകൾ എന്ന് പറയുന്ന വലിയ സംഭവം തന്നെയാണ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, നമ്മൾ സാധാരണ എന്തെങ്കിലും പൊള്ളലൊക്കെ ഏറ്റാൽ അപ്പോൾ ഒരു ഓയിൻമെൻറ്റ് എടുക്കും. ഓയിൻമെൻറ്റ് എടുത്തിട്ട് എങ്ങനെ പുരട്ടുക, അത് ഡയറക്റ്റായിട്ട് അങ്ങ് കാലിൽ അപ്ലൈ ചെയ്യല്ലേ ചെയ്യുക. പക്ഷേ പഴയ കാലത്തെ ആളുകൾ നോക്കും, ഈ മരുന്ന് എടുത്തിട്ട് ഈ തൂവലിൽ വെച്ചിട്ട് ആ തൂവൽ കൊണ്ട് ഇങ്ങനെ പൊള്ളിയ ഭാഗം ഇങ്ങനെ മരുന്ന് അങ്ങനെ അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിനും കൂടി അങ്ങ് ഒഴിവാക്കാം. ഈ ഒരു തൂവൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സുഖവും കിട്ടും, പേഷ്യൻറ്റിന് നല്ല വേദന ഒന്നും അനുഭവപ്പെടാതെ തന്നെ നല്ല സുഖവും കിട്ടും, മരുന്ന് പുരട്ടുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ രാധിക ഇങ്ങനെ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് നല്ല കണ്ടുപിടുത്തം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, എടി നിൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ വേദന. നിൻ്റെ കാല് വെച്ചല്ലേ ഞാൻ ജീവിക്കുന്നത്, അപ്പം നിൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ മൂക്കും കുത്തി താഴെ വീഴും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആഹാ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടോ, അല്ല ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ചിലവിൽ കഴിയുന്ന ഒരു അന്തേവാസിയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വരുണ് പറയുന്നുണ്ട്, ഏയ് ഞാൻ ആ മൈൻഡ് വെച്ചിട്ടൊന്നും അല്ല പറഞ്ഞത്, ഞാൻ നിന്നെ വെറുതെ ഇവിടെ ഇങ്ങനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ എന്തായാലും ഇവിടെ കാലും പള്ളി ഇവിടെ ഇങ്ങനെ കിടക്കാൻ പോവല്ലേ, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സുഖിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, സുഖിക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, വെറുതെ മിണ്ടാതിരുന്നാൽ തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക അവനെ എങ്ങനെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, എന്തായാലും ഇനി മരുന്ന് പുരത്തിയിട്ട് ഇവിടെ അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ ഇവിടെ വെറുതെ അങ്ങ് ഇരുന്നാൽ മതി, ഇനി എണീറ്റ് എങ്ങോട്ടും പോകുന്നു വേണ്ട, ഇനി ഒരു 24 മണിക്കൂർ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യൊന്നും വേണ്ട എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ നിൽക്കൊന്നുമില്ല, എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും എന്നൊക്കെ ഇങ്ങനെ ഈ രാധികയും തിരിച്ചങ്ങ് പറയാണ്. അവൻ വരുന്ന് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നടക്കില്ല, നിൻ്റെ കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബുദ്ധിമുട്ട് എനിക്കാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ അവൻ നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ ഈ രാധികയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല, ഞാൻ എന്തായാലും അങ്ങനെ ഇവിടെ ഇരിക്കാൻ പോകുന്നൊന്നുമില്ല, എനിക്കിവിടെ ഒരുപാട് ജോലിയുള്ളതാണ്, എനിക്കൊരു ചെറിയ കാലിന് പൊള്ളലേ ഏറ്റിട്ടുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഇനി കാലങ്ങ് മുറിച്ച് മാറ്റി അവരെ ഞാൻ ഒറ്റ കാലം വെച്ച് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകും എന്നൊക്കെ ഇങ്ങനെ ഈ വരുണിനോട് അങ്ങ് തർക്കിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആശ്രമത്തിലുള്ള അന്തേവാസികൾക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമയുടെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ അങ്ങനെ ചിന്തകളൊക്കെ മിന്നി മാറി ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അവർ ഭയങ്കര അസ്വസ്ഥമായിട്ട് അങ്ങനെ വേറെ ഒരു ലോകത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അവരിങ്ങനെ ഭക്ഷണം വിളമ്പുന്നുണ്ട്, കറികൾ ഒഴിക്കുന്നുണ്ട്, അതുപോലെ ഉപ്പേരി വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട് മുന്നിലൂടെ. പക്ഷേ ശ്യാമയുടെ മൈൻഡ് എന്ന് പറയുന്ന വേറൊരു ലോകത്താണ്, അവരിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ വിളമ്പി അവരെല്ലാവരോടും കഴിക്കാൻ പറയുന്ന സമയത്ത് ഈ ശ്യാമം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണപാത്രത്തിലേക്ക് അങ്ങ് തലയിടുന്ന സമയത്ത് അവർ ആ ഭക്ഷണത്തിൽ കൈ വെക്കുന്ന സമയത്ത് അവർക്കും എന്തൊക്കെയോ അവരുടെ മൈൻഡിൽ അങ്ങ് ഓർക്കുകയാണ്. അവരിങ്ങനെ ആദ്യം രാധികയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും അവർക്കിങ്ങനെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ആ ഒരു മിന്നൽ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ആ മുഖമൊന്നും വ്യക്തമല്ല, ആർക്കൊക്കെയോ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്തായാലും ശ്യാമക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ആ ശ്യാമക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിച്ചിട്ട് അവർക്ക് ഭയങ്കര അസ്വസ്ഥയായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അവൻ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം വാരി കൊടുക്കുന്ന രാധികനെയൊക്കെയാണ് ഓർക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിൽ അവർ ആ ഭക്ഷണം അവിടെ താഴെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് എണീറ്റിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിങ്ങനെ ഇവർ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഭക്ഷണം വിളമ്പുന്ന തിരക്കായതുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ നേരെ പോകുന്നത് ആ ഒരു സ്വാമിജിയുടെ അടുത്തേക്കാണ്. ശങ്കർജി എന്നാണ് അയാളെ വിളിക്കുന്നത്. അവരുടെ കൂടെ ആ കാര്യസ്ഥയായിട്ടുള്ള സ്ത്രീ ഉണ്ട്, അവരുടെ പേരാണെങ്കിൽ ഊർമിള എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് നേരെ ശ്യാമ അവരുടെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് പോകണം എന്നൊക്കെ അങ്ങനെ പറയണേ. എങ്ങോട്ടാണ് എന്നൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശങ്കർജി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, എന്താ അറിയില്ല, എൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, എന്നെ കാത്തിരിക്കുന്നുണ്ട് കുറേ പേര്, അവരുടെ കൂടെ എനിക്ക് പോകണം, അവരെന്തായാലും എന്നെ കാത്തിരിക്കുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, ആരെയാണ് കാത്തിരിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് ഇത് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഞാൻ ഓർത്തെടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ശങ്കർജി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഓർത്തെടുത്തത്, ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കുറച്ച് പേര് എന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ആരാന്നൊന്നും എനിക്ക് വ്യക്തമല്ല, പക്ഷേ കണ്ടാൽ എനിക്ക് മനസ്സിലാകും, എനിക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാകും, പക്ഷേ പറയാനറിയില്ല അവരൊക്കെ ആരാണാവുക, അവരൊക്കെ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശങ്കർജിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ മൈൻഡിൽ എന്തൊക്കെയോ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ വ്യക്തമല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ശങ്കർജി അവരോട്, ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവുക, അവരൊക്കെ വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്യാമനെ അങ്ങോട്ട് എന്നെ തിരിച്ചങ്ങനെ
അയക്കാണ്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും പോയി അവിടെ അങ്ങനെ ഇരുന്ന് ആ ഭക്ഷണം അങ്ങനെ വിളമ്പി ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഊർമിള ഇങ്ങനെ ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ശങ്കർജി, അവരുടെ ഓർമ്മകളൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞത് കേട്ടില്ലേ, അവരുടെ ചെക്ക് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് അവരുടെ ഓർമ്മകളിൽ എന്തൊക്കെയോ ഒന്ന് ചെറുതായിട്ട് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം റീകവർ ആകുമെന്നാണ്. ആ മെമ്മറിയൊക്കെ ഇങ്ങനെ സ്റ്റക്കായിരിക്കല്ലേ, അതുകൊണ്ട് അതൊക്കെ റെഡി ആകും എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും റെഡി ആകുമായിരിക്കും, അവരുടെ മെമ്മറി എല്ലാം തിരിച്ചു കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഊർമിള ശരിയാണ്, തിരിച്ചു കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഈ ഊർമിള എന്ന് പറയുന്ന സ്ത്രീ അവിടെ ആരും കാണാതെ ഒരു ഏരിയയിൽ വന്നിരുന്നിട്ട് അയാളങ്ങ് ഫോൺ വിളിക്കുകയാണ്. അത് ഈ ബെഞ്ചമിനെ. അപ്പോൾ ഈ ബെഞ്ചമിൻ്റെ ഒരു കൂട്ടാളിയാണ് ഈ ഊർമിള. അപ്പോൾ ഇവർ ഫോൺ വിളിച്ചിട്ട് നേരെ ബെഞ്ചമിനോട് ഇവിടെ നടന്ന സംഭവം മൊത്തം അങ്ങ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഊർമിള എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അവരുടെ മെമ്മറിയിൽ എന്തൊക്കെയോ അങ്ങനെ തിരിച്ച് കിട്ടുന്നുണ്ട്. രാവിലെ ഡോക്ടർ വന്നിരുന്നു, ഡോക്ടർ അവരെ ചെക്ക് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് അവരുടെ മെമ്മറി മൊത്തം അങ്ങ് സ്റ്റക്കായി കിടക്കുകയാണ്. പക്ഷേ അവരുടെ മൈൻഡിൽ എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ആ ഓർമ്മകളൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അല്ല ഊർമിളക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഭ്രാന്തന്മാരെ കണ്ടിട്ടുള്ളൂ, മെൻ്റൽ പേഷ്യൻസിനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അവരുടെ മെമ്മറിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് വലിയ അപകടം തന്നെയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും മെമ്മറിയൊക്കെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് രാവിലെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, ഇത് നിനക്ക് വലിയ അപകടം വരുത്തും എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിനോട് പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് അങ്ങോട്ട് കൊടുത്തയക്കാം, ഒരു ഇഞ്ചക്ഷന്, അത് ആരും കാണാതെ അവർക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു മരുന്ന് അവരുടെ ശരീരത്തിൽ കയറിയാൽ പിന്നെ ഒരിക്കലും അവർക്കൊരു മെമ്മറി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അവർക്ക് മെമ്മറി തിരിച്ച് കിട്ടാൻ പാടില്ല, അത് വലിയ അപകടം തന്നെയാണ്. കുറച്ച് കാലം കൂടി അവർ ആ അന്തേവാസികളുടെ കൂട്ടത്തിൽ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ, അതുവരെ അവർ അവിടെ തന്നെ നിന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയാണ്. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, കാര്യം ബെഞ്ചമിൻ എനിക്ക് ഒരുപാട് പൈസ ഞാൻ ചോദിച്ചതിലും കൂടുതൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു നന്ദിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ, അതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഒരു അപകടം വരില്ല, നിങ്ങളുടെ കാര്യം സേഫ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പിന്നെ ഞാൻ ആ മരുന്ന് കൊടുത്തയക്കാം, അത് കൃത്യസമയത്ത് അത് ഇഞ്ചക്ഷൻ ചെയ്ത് അവരുടെ ശരീരത്തിലേക്ക് അങ്ങ് കയറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ബെഞ്ചമിന് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം ബെഞ്ചമിൻ സ്വയം അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ മെമ്മറി അങ്ങനെ ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഭ്രാന്തമായിട്ട് അയാളിങ്ങനെ അട്ടാസിച്ച് അങ്ങ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആറ്റുവാശ്ശേരിയിൽ വരുന്നു രാധികയും കൂടിയിട്ട് ഇങ്ങനെ ആ കട്ടിലിൽ അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, നീ ഇനി ഇവിടുന്ന് എണീക്കരുത് എന്നൊക്കെ വരുന്നു പറയുന്നുണ്ടെങ്കിൽ രാധിക അതിന് സമ്മതിക്കുന്നതന്നെയല്ല. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാനൊന്നും പോകുന്നില്ല, ഒരുപാട് ജോലികളുള്ളതാണ് അടുക്കളയിൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ രാധികയും കൂടിയിട്ട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വീട്ടിലൊരു കോളിംഗ് ബെൽ അടിക്കുന്നത്. ആ സമയത്ത് രാധിക പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോകാൻ നേരത്തെ ഈ വരുന്ന അവളെ അങ്ങ് പിടിച്ച് വെക്കുകയാണ്. എങ്ങോട്ട് എണീറ്റ് പോകുന്നത്, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ തന്നെ പോയി നോക്കാം, ഇത് എനിക്കുള്ള കോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ രാധിക അങ്ങനെ ഇരുന്നിട്ട്, അയ്യടാ ഞാനെന്തിനും ഇവിടെ ഇരിക്കണം, ഞാനും പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് കേൾക്കാതെ ആ കട്ടിലിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി നോക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്ത് അങ്ങ് നോക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടിയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറയുന്നത് ഇവിടെ തന്നെ അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇവർ അറിയുന്നുണ്ട്, അതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഭക്ഷണം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ ആണോ എന്നാൽ കയറി ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ഇരുത്തുകയാണ്. അപ്പോൾ ഇവർ കയറി ഇരുന്നതിന് ശേഷം ഇവർ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ആ ബർത്ത്ഡേക്കുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭക്ഷണം ഈ ആറ്റുവാശ്ശേരി സദ്യ മതി എന്നാണ് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരൊക്കെ പറഞ്ഞത്. കാരണം അവർ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സദ്യ മതി നമുക്ക് ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവാണ്, ഒരു കസ്റ്റമർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരാളാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അറിയുമ്പോൾ ഈ രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ഇവരോട് ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്, 100 പേർക്കുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഹാപ്പി ആവണം, കാരണം വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അയാളോട് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളത് ഏറ്റെടുക്കാം, നിങ്ങളുടെ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി തരണം എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ എഴുതി തരാം, പ്രശ്നം ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇയാൾ പറയരുത്, ഞാൻ കാര്യം പറയാം,
നിങ്ങൾ ഈ ഓർഡർ വേണ്ടെന്ന് വെക്കരുത്. കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നാളെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ വരുൺ അങ്ങ് ഞെട്ടുകയാണ്. നാളെയാണോ? അത്രയും ടൈം പോലും ഇല്ലല്ലോ. അപ്പോൾ അതെന്തായാലും നടക്കില്ല എന്നങ്ങനെ അയാളോട് തുറന്നടിച്ച് അങ്ങ് പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വരുൺ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, രാധിക നാളെയാണ് അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. നാളത്തേക്ക് 100 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവൊന്നും നമുക്കിപ്പോൾ ഇല്ല. കാരണം നിൻ്റെ കാല് പൊള്ളി ഇരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നിട്ട് ഈ വരുൺ ഇയാളോട് പറയുന്നുണ്ട്, അതെ ഇതെൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ സംഭവം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഇവളുടെ കാല് ഇപ്പോൾ പൊള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ തന്നെ ഓർഡർ സ്വീകരിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവളെ കൊണ്ട് വയ്യാത്ത ഒരവസ്ഥയിൽ 100 പേർക്കുള്ള ഭക്ഷണം ഒന്നും ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇയാളോട് അങ്ങ് തുറന്നടിച്ച് പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയാണോ? ഞങ്ങളുടെ ഫാമിലിയിലുള്ള മിക്ക ആളുകളും ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ആറ്റുവാശ്ശേരി സദ്യ മതി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ അങ്ങ് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ചേട്ടൻ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഈ ഓർഡർ ഞങ്ങൾ തന്നെ സ്വീകരിക്കാം, വരുണിനോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വരുണിനോട് നമുക്കിത് സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി തരാൻ പറയാണ്. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് അവർ അങ്ങ് പോകാൻ നിൽക്കുകയാണ്. എന്തായാലും നാളെയാണ് ബർത്ത്ഡേ, അപ്പോൾ 100 പേർക്കുള്ളതാണ്, മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ രാധിക അങ്ങനെ പറയുന്നുണ്ട്, ചേട്ടൻ ഒരു പേടിയും പേടിക്കണ്ട, 100 പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇന്ന് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇയാളോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങ് യാത്ര അയച്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം ഈ വരുൺ ഇവളോട് അങ്ങ് ചൂടാവുന്നുണ്ട്. അല്ല നീ എന്തിനാ അത് ഏറ്റെടുത്തത്? നാളെയാണ്, നിൻ്റെ കാലിലൊന്നും കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, വരുൺ ഇതൊക്കെ കഴിയും മാത്രമേ ഉള്ളൂ, അത് നാളെയല്ലേ, വെറുതെ ഇത്രയും വലിയൊരു ഓർഡർ നമ്മൾ മിസ്സാക്കണോ? 100 പേർക്കുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾ എന്തിനാണ് ആ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വലിയൊരു ഓർഡർ നമ്മൾ ഒഴിവാക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഇതൊക്കെ വലിയ കാര്യം തന്നെ അല്ലേ, 100 ഓർഡറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റില്ല, എനിക്കെല്ലാം കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ വരുണിനോട് രാധിക അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സേറയും ചന്ദ്രശേഖരനും ഇങ്ങനെ ഒരു റോഡരികിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനെ സാറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്? സാധാരണ സാർ ഇവിടെയുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ പുറത്തിങ്ങനെ കാത്തിരിക്കാറില്ലല്ലോ, ഇത് ആരെയാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരനോട് ഈ സാറ പറയുന്നുണ്ട്, അല്ല ചന്ദ്രശേഖരനെ ഇവിടെ കാത്തിരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്ത് ബുദ്ധിമുട്ട്, സാറയുടെ കൂടെ ഇങ്ങനെ കാത്തിരിക്കുന്നതൊക്കെ ഒരു രസമല്ലേ, എനിക്ക് അങ്ങനെ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ആ ഒരു ബർത്ത്ഡേയുടെ ഓർഡർ കൊടുത്ത അയാൾ അങ്ങ് വരുന്നുണ്ട്. ആ സ്കൂട്ടിയിൽ അയാൾ നേരെ ഈ സേറയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ സേറ പറയുന്നുണ്ട്, അതാ വരുന്നുണ്ട് ആൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതാരാണ് എന്ന മട്ടിലാണ് എന്തായാലും ചന്ദ്രശേഖരൻ അങ്ങ് നോക്കി കാണുന്നത്. ചന്ദ്രശേഖരനെ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ആ ബർത്ത്ഡേക്ക് ഓർഡർ കൊടുത്ത ആൾ നേരെ സേറയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ സേറയുടെ അടുത്ത് വന്നതിന് ശേഷം അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ജെയിംസ് പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഈ ജെയിംസ് എന്ന് പറയുന്ന ഇയാൾ പറയുന്നുണ്ട്, അതെ അവർ ഓർഡർ എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്, 100 പേർക്കുള്ള സദ്യ അവർ തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സേറയാണ് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ റെക്കമെൻഡ് ചെയ്തത്, ഫുഡെല്ലാം റെക്കമെൻഡ് ചെയ്തത്, അതുകൊണ്ട് സേറനോട് എനിക്ക് വലിയ നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇയാളങ്ങ് നന്ദി പ്രകടനം നടത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സേറ പറയുന്നുണ്ട് ചന്ദ്രശേഖരനോട്, ചന്ദ്രശേഖർ ഇതാണ് ജെയിംസ്, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, ഇവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് ഇവർക്കുള്ള ഫുഡൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ വകയാണ് ഫുഡ്, അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത്. എന്തായാലും അവർ ഓർഡർ സ്വീകരിച്ചല്ലോ, നമുക്ക് എന്തായാലും ബർത്ത്ഡേ നല്ല അടിപൊളിയാക്കാം, നിങ്ങളെന്തായാലും പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ജെയിംസ് അവരോടൊക്കെ നന്ദി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് വലിയൊരു നന്ദിയാണ്, വലിയൊരു കാര്യം തന്നെയാണ്, എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്കുള്ള എല്ലാ ഫുഡും നിങ്ങൾ തന്നെ അങ്ങ് റെക്കമെൻഡ് ചെയ്തതിന് എന്തായാലും ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല സാധാരണ സാറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം സാർ ഇങ്ങനെ വെറുതെ പണം ആർക്കും വേണ്ടി ചിലവാക്കുന്നില്ല, സാറൊക്കെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ സാറെ പൈസ ചിലവാക്കുള്ളൂ. പക്ഷേ ഇതിലെന്താണ് സാറ് ഉദ്ദേശിച്ചത്, സാർ ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാനുള്ള കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ഈ സാറ് പറയുന്നുണ്ട്, അവരെന്ന് പറഞ്ഞാൽ എൻ്റെ അകന്ന കുടുംബത്തിലുള്ളതാണ്, അവൻ്റെ ഒരു ബന്ധുവാണ്, അവൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് ഞാൻ ഫുഡ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം, ഇവൻ്റെ ഭാര്യയ്ക്കും ഇവനൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഇവൻ എന്നിട്ട് ഞാനാണ് ഭക്ഷണം റെക്കമെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ഇവൻ അങ്ങ് പൊട്ടി കരഞ്ഞൊക്കെ ചെയ്ത്, അത്രയും പാവങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് അവരെ അങ്ങ് സഹായിക്കാൻ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഈ സേറ പറയുന്നുണ്ട്, അവനെ എവിടെ പോയി വരുന്നതാണെന്ന് ചന്ദ്രശേഖരന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഇവന് പറയുന്നുണ്ട്, ഇല്ല അതെന്താ അങ്ങനെ ചോദിച്ചു എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അവനെ ഇപ്പം ഭക്ഷണം ഓർഡർ ചെയ്തതേ ആറ്റുവാശ്ശേരി സദ്യയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ചന്ദ്രശേഖരന് എവിടെയാണ് ഈ സേറ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സേറിനോട് പറയുന്നുണ്ട്, ആറ്റുവാശ്ശേരി സദ്യയെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു.
അപ്പോൾ സാറ് പറയുന്നുണ്ട്, അതെ, ആറ്റുവാശ്ശേരി സദ്യയാണ് നാളെ അവിടെ വിളമ്പാൻ പോകുന്നത്. അങ്ങനെ അവിടെ ഭക്ഷണം വിളമ്പി കഴിഞ്ഞതിന് ശേഷം ആറ്റുവാശ്ശേരി സദ്യയുടെ അവസാന ദിവസം നാളെയായിരിക്കും. ഒരു ദുരന്തത്തിലായിരിക്കും നാളെ അവസാനിക്കാൻ പോകുന്നത്. അപ്പം നാളെ തൊട്ട് അവരുടെ ആ ഒരു സംരംഭം തന്നെ നശിക്കാൻ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. കാരണം സാറ് നല്ല എട്ടിൻ്റെ പണിയാണ് ആ ഒരു ഭക്ഷണത്തിൽ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഷുവറായിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ സാറിനെ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്, എന്തായാലും നല്ല പ്ലാൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ രാത്രി അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കാരണം നാളെ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നല്ല തിരക്കാണ്. അവിടെ ഭയങ്കര ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സദ്യ ഉണ്ടാക്കാനല്ല. അതിൻ്റെ ഇടയിൽ ഈ ചന്ദ്രിക എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെയുള്ള ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് തീർക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ചന്ദ്രിക എന്ന് പറയുന്ന സ്ത്രീ അടിപൊളിയാണല്ലോ, അവരെത്ര വേഗത്തിലാണ് ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നത് എന്നൊക്കെ അവരവിടെ ടേബിളിൽ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുണും പറയുന്നുണ്ട്, ആ അത് ശരിയാണ്, ഇപ്പം നല്ല ഫാസ്റ്റിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ദേവനും എല്ലാവരും അവിടെ ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദേവൻ പറയുന്നുണ്ട്, അതെ, നമ്മളൊരു ആൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത സമയത്ത് അവരങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്തൊന്നും അവരെ അങ്ങ് ഫ്രീ ആയിട്ട് വിടണം. നമ്മൾ അവരെ സമാധാനിപ്പിക്കാനൊന്നും പോകരുത്. അങ്ങനെ അവരുടെ മനസ്സിൽ അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും നന്നാകും, അവർക്ക് പിന്നെ ആ ഒരു കുറ്റബോധം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ഈ വരുണ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ മോളെ ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ സമാധാനിപ്പിക്കാൻ പോകാനേ പാടില്ല. കാരണം ഫുൾ ടൈം ഇങ്ങനെ ടെൻഷൻ അടിച്ച് ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സമാധാനിപ്പിക്കാനേ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക അവൾക്കിട്ടൊന്ന് താങ്ങിയതാണ് വരുണ് എന്നൊക്കെ മനസ്സിലായിട്ട് അവനോട് അങ്ങ് തിരിച്ചു പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദേവനിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മരുമോനെ, ഞാൻ പറഞ്ഞ കാര്യം നീ മനസ്സിലാക്കിയ കാര്യം രണ്ടാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്, അതേ ദേവ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇടയ്ക്ക് എൻ്റെ മോന് കുറച്ച് ബുദ്ധിക്ക് അങ്ങ് സ്ഥിരത ഇല്ലാതായിരിക്കും, ചിലപ്പോൾ അവന് ചിന്തിക്കാനേ ഉള്ള കഴിവുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ വരുണിനെ അങ്ങ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുണ് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചന്ദ്രിക പെട്ടെന്ന് ജോലി എടുക്കുന്നതിൻ്റെ ഇടയിൽ മെല്ലെ അവരുടെ ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് വേഗം വീടിൻ്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയിട്ട് ഈ സാറൊക്കെ അങ്ങ് ഫോൺ ചെയ്യാണ്. അപ്പോൾ ആരും കാണുന്നില്ല എന്നുള്ള മട്ടിൽ വേഗം സാറൊക്കെ ഫോൺ ചെയ്യുന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതേ നാളത്തെ സദ്യക്കുള്ള തിരക്കിലാണ്, ഇവിടെ നല്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സാർ അവരോട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രിക പറയുന്നുണ്ട്, അത് മാഡം പറഞ്ഞ പോലെ തന്നെ നടക്കും എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് മാഡം ഒരു കാര്യത്തിലും പേടിക്കാനില്ല. പിന്നെ മാഡം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഫോൺ ചെയ്ത് വിളിക്കാൻ പറ്റില്ല, അവർക്ക് എന്തായാലും സംശയം തോന്നും, എനിക്കിങ്ങനെ ഫോൺ ചെയ്യാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഏയ് നീ അങ്ങനെ വിളിക്കൊന്നും വേണ്ട, അവർക്കൊരു യാതൊരുവിധ സംശയം തോന്നാൻ പാടില്ല, അതുകൊണ്ട് നീ ഇനി ഫോണൊന്നും കളിക്കേണ്ട വല്ലാതെ ആവശ്യമൊന്നുമില്ല, നീ ഫോൺ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശരി മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് അവൾ തിരിയുന്ന സമയത്ത് തന്നെ ഉണ്ടാകും രാധിക അതുവഴി അങ്ങ് പോകുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഫോൺ ചെയ്ത് അങ്ങ് കട്ടാക്കുന്നതാണ് എന്തായാലും രാധിക കാണുന്നത്, എന്താണ് സംസാരിച്ചത് എന്നൊന്നും കാണുന്നില്ല. അപ്പോൾ രാധിക അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ ഒന്ന് അങ്ങ് പതറുന്നുണ്ട്, എന്താണ് പെട്ടെന്ന് അങ്ങ് ചോദിക്കുന്ന സമയത്ത് എന്താ ഉത്തരം പറയാമെന്നങ്ങ് ചിന്തിച്ച് അവരിങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ വിളിച്ചതായിരുന്നു, അവളവിടെ വീട്ടിൽ ഒറ്റക്കല്ലേ, അപ്പോൾ ഞാൻ അവൾക്ക് വെറുതെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതെൻ്റെ മോൾക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവളെങ്ങനെ ഇട്ട് പോകുന്നതൊക്കെ അല്ല, അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അവരൊക്കെ കൊച്ചു കുട്ടികളല്ല, അവരങ്ങനെ ഒരുപാട് നേരം ഒറ്റക്കിടാനൊന്നും പാടില്ല, അവരെ മോളെ കൊണ്ട് ഇങ്ങോട്ട് അങ്ങ് പോന്നൂടായിരുന്നോ, അവരെ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് മോളെയും കൊണ്ട് ഇങ്ങോട്ട് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശരി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രാധിക അങ്ങ് കയറി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ചെറിയൊരു നെടുവേർപ്പിടുകയാണ്, കാരണം പിടിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങ് നെടുവേർപ്പിടുന്നുണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ പരമേശ്വരന് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പത്മിനി അങ്ങ് വരുന്നത്. അപ്പോൾ പത്മിനിയോട് ഇങ്ങനെ പരമേശ്വരൻ പറയുന്നുണ്ട്, എടി ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, നേരത്തെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതുകൊണ്ട് നാളെ വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കാൻ വന്ന അയാളെക്കുറിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ പത്മിനി ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം എന്നൊക്കെ ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, അതെ ഞാൻ അയാളെ കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ, എനിക്ക് ആരാണ് അയാൾ എന്നുള്ള ചിന്ത പോലും എനിക്കില്ല, അവരാരാണ് എന്നോ
എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള ഒരു മുഖപരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ആത്മബന്ധമോ ഒന്നുമില്ല. എന്നിട്ട് അവരെന്തിനാണ് ബർത്ത്ഡേ എന്നോട് പറഞ്ഞത്? അതാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് രണ്ടുപേരോടുമാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്തിനായിരിക്കും എന്നെ എങ്ങനെ ക്ഷണിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. അവർ വേണമെങ്കിലേ ഈ പരമേശ്വരനെ കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ അതൊക്കെ ഉദ്ദേശിച്ച് നിങ്ങളെ വിളിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പം പരമേശ്വരൻ അവളോട് അങ്ങ് പറയുന്നുണ്ട്, അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് കുഴപ്പമുണ്ടാകും. കാരണം ഇപ്പോൾ അവർ എന്നെ ഈ ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും പൈസക്ക് വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചതെന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും കൊടുക്കാനില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു തമാശയിലങ്ങ് പറഞ്ഞങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വീടിനകത്ത് ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതേ, നാളത്തെ ബർത്ത്ഡേ ഫംഗ്ഷന് ആ പരമേശ്വരനും പത്മിനിയും കൂടിയിട്ട് അങ്ങോട്ട് പോകണം. അവർ രണ്ടുപേരും പോകുന്ന സമയത്ത് അവരവിടെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് തിരിച്ചെത്തുന്ന സമയത്ത് ചന്ദ്രശേഖരൻ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്ത് തീർക്കേണ്ടത് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സേറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർക്ക് രണ്ടുപേർക്കുള്ളൊരു ചിത, അവർക്ക് രണ്ടുപേർക്കുള്ളൊരു കുഴിയാണ് നീ വെട്ടേണ്ടത്. അവർക്കുള്ള ചിത നീ ഇവിടെ ഒരുക്കണം. അവരുടെ അവസാന ദിവസമായിരിക്കും നാളെ. അവരുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം അവരുടെ മരണമായിരിക്കും എന്നൊക്കെയാണ് ഈ സേറ അങ്ങ് പറഞ്ഞു നിർത്തുന്നത്. എന്തായാലും എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ മുഖത്താണെങ്കിൽ അപ്പോൾ ഒരു വേറൊരു ഭാവമൊക്കെയാണ്, ഒരു ചെറിയൊരു ഭയത്തിൻ്റെ ഭാവം പോലെയൊക്കെ തോന്നി. പക്ഷേ ഇനി ചന്ദ്രശേഖരന് സ്വന്തം ഏട്ടനെ കൊല്ലാനുള്ള മടി ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് അത് കൊല്ലാനുള്ളൊരു പ്രശ്നം അയാൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവർ ഇനി നേരെ ഈ പരമേശ്വരനെയും പത്മിനിനെയും കൊല്ലാനുള്ള അടുത്ത പ്ലാനിങ് ആണ്. അവർ ആ സദ്യക്ക് വിട്ടിട്ട് അവിടുന്ന് അവർ വിഷം കലക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ ചന്ദ്രിക എന്ന് പറയുന്ന സ്ത്രീ അവരുണ്ടാക്കി വെച്ച ഒരു കറിയുടെ പാത്രം എടുത്തിട്ട് അവരിന്ന് ആരും കാണാതെ മുറ്റത്തേക്ക് അങ്ങ് കളയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ നേരെ അടുക്കളയിൽ നിന്ന് അങ്ങ് കയറി വരുന്ന സമയത്ത് ഇവർ അവിടെ താഴെ ആ പാത്രം അങ്ങ് തട്ടി മറിഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ വരുന്ന രാധികയും പറയുന്നുണ്ട്, ഇനി വല്ല നായ്ക്കളെങ്ങാനും വന്ന് തട്ടി മാറ്റിയതാണാവോ, ഇനിയിപ്പോൾ സമയമില്ലല്ലോ, നമ്മൾ കൊണ്ടുപോകാനുള്ള സമയമായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ വീടിൻ്റെ കിച്ചണിൽ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്തായാലും വരുന്ന രാധികയും അങ്ങോട്ട് ഈ സേറയും ചന്ദ്രശേഖരനും കൂടിയിട്ട് അങ്ങ് കയറി വരുന്നൊക്കെ ഉണ്ട്. ഇനി അത് ആ ബർത്ത്ഡേയുടെ വീടാണോ എന്താണെന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.